നമ്മുടെ വീട്ടിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ ചെയ്യേണ്ട 5 കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളുമാണ് പറയുന്നത്. നിങ്ങളുടെ അടീനിയം ചെടി ചീഞ്ഞു പോകാറുണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഗാർഡനിലെ ഒരു ചെറിയ അഡീനിയം പ്ലാന്റാണ്. ഇത് നേരത്തെ ചീഞ്ഞു പോയതാണ്. ഇത് നമ്മൾ നന്നായി സംരക്ഷിച്ചത് കൊണ്ടാണ് ഇതിൽ ചെറിയ ഇലകൾ വരുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ്. ഒന്നാമത്തത് അമിതമായ നന. ചെടിയുടെ ചുവട് ഉണങ്ങിയ ശേഷം മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ കോഡക്സ് ചെയ്യും. അതിൻ്റെ കോഡക്സിൽ വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വെയിലുള്ളപ്പോൾ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കയൊക്കെ ചെടിക്ക് വെള്ളം കൊടുത്താലും മതി. അതിൻ്റെ ചുവട്ടിൽ ഈർപ്പമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് വെയിലാണ്. ഈ ചെടി തണലത്ത് വയ്ക്കാതിരിക്കുക. തണലത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലകൾ നന്നായി തഴച്ച് വളരുകയും പൂക്കൾ തീരെ കുറയുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് മണ്ണാണ്. ഈ ചെടി നമ്മൾ ഒരിക്കലും മണ്ണിൽ മാത്രം നട്ടു വയ്ക്കരുത്. ഇതിന് പോട്ടി മിക്സായി മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ നൽകുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും. നാലാമത്തേത് അസമയത്തുള്ള പ്രൂണിംഗ് ആണ്. മഴക്കാലത്ത് ഒരിക്കലും ഈ ചെടി വെട്ടിക്കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുവഴി വെള്ളം താഴോട്ട് പോവുകയും അത് ചീഞ്ഞു പോവുകയും ചെയ്യും. നമ്മുടെ ചെടി തന്നെ അത് ഇല്ലാതാക്കി കളയും. അതിൻ്റെ ചുവട്ടിൽ ഈർപ്പമുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചെടിയുടെ ചുവട്ടിൽ. അഞ്ചാമത്തത് രാസവളങ്ങളുടെ അമിതമായ ഉപയോഗമാണ്. ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകട്ടെ എന്ന് കരുതി തോനെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത്. എപ്പോഴും ജൈവ വളങ്ങളാണ് ചെടിക്ക് നല്ലത്. രാസവളം കൊടുക്കുന്നവർ അല്പം മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചെടിയുടെ വലിപ്പമനുസരിച്ച് വേണം കൊടുക്കേണ്ടത്. 1 മാസത്തിൽ ഒരിക്കലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നത് ചെടിക്ക് നന്നല്ല. നമ്മൾ പറയാൻ പോകുന്നത് ചെടിക്ക് നമ്മൾ നൽകേണ്ട കാര്യങ്ങളാണ്. ചെടിക്ക് നല്ല സൂര്യപ്രകാശം വേണം. അതുകൊണ്ട് തന്നെ 6 മുതൽ 8 മണിക്കൂർ വരെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തേത് നനയ്ക്കുന്ന രീതിയാണ്. പൂക്കളിൽ വീഴാതെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൂക്കളിൽ വീഴുകയാണെങ്കിൽ പൂക്കൾ വേഗം പൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മൂന്നാമത്തേത് ശരിയായ വളപ്രയോഗമാണ്. പൂക്കൾ വരാൻ പൊട്ടാസ്യം അടങ്ങിയ വളം നൽകുക. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഉള്ളിയുടെയും സവാളയുടെയും പഴത്തിൻ്റെയും തൊലിയുമൊക്കെ 2-3-4 ദിവസം വെള്ളത്തിൽ വെച്ചതിന് ശേഷം ആ ലിക്വിഡ് ഇരട്ടി വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിലും ഇലകളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നാലാമത്തത് പ്രൂണിംഗ് ആണ്. ഫെബ്രുവരി ജനുവരി മാസങ്ങളിൽ വെട്ടി ഒതുക്കുക. അങ്ങനെ വെട്ടി ഒതുക്കുകയാണെങ്കിൽ ഇതുപോലെ ശിഖരങ്ങളുണ്ടാകും. ഈ ഫെർട്ടിലൈസറൊക്കെ നമ്മൾ കൊടുത്ത ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകും. അന്ന് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. അതിനായി ഞാൻ മുട്ടയുടെ തോട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇതിൽ കാൽസ്യം കൂടുതലാണ്. ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അടീനിയത്തിന് മാത്രമല്ല, പൂക്കൾ ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും കാൽസ്യം നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നു. മണ്ണ് ഇളക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നമ്മുടെ അടുത്ത ഫെർട്ടിലൈസർ ഉള്ളിയുടെ തോലും പഴത്തിൻ്റെ തൊലിയുമാണ്. ഇത് ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്നതാണ്. നമ്മൾ 3-4 ദിവസം ഇട്ട് വെച്ചിരിക്കുക. അതിനുശേഷം ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
ഞാൻ കുറേ ദിവസം വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഈ കളറായത്. ഇങ്ങനെ കുറേ ദിവസം വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് 3-4 ദിവസം വെച്ചിരുന്നതിന് ശേഷം മാത്രം ഇരട്ടി വെള്ളം ചേർത്ത് ഇതുപോലെ ഇലകളിലും അതിൻ്റെ ചുവട്ടിലുമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇതിലൊന്നും പൂക്കളില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇലകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അടീനിയത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഈർപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക.